ഭക്തജനങ്ങളെ, ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉത്സവം ഡിസംബർ 1 മുതൽ ഡിസംബർ 7 വരെ നമ്മൾ ആഘോഷിക്കുകയാണ്. എൻ്റെ പേര് ഗോപാലൻ. ഞാൻ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ക്ഷേത്രത്തിൽ 1-ാം തീയതി മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ: 1-ാം ദിവസം വൈകുന്നേരം ദീപാരാധന, പ്രസാദ ശുദ്ധിക്രിയകൾ, അത്താഴപൂജ. 2-ാം ദിവസം ഗണപതി ഹോമം, രാവിലെ ബിംബശുദ്ധി കലശപൂജ, കലശാഭിഷേകം, പുണ്യാഹം, ഉച്ചപൂജ. വൈകുന്നേരം ദീപാരാധന, ആചാരവരണം, മുളയിടൽ, കൊടിയേറ്റം. 8 മണിക്ക് അത്താഴപൂജ, ശ്രീഭൂത ബലി, വിളക്കെഴുന്നേൽപ്പ്, തൃപ്പുക. 3-ാം ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, മുളപൂജ, നവനം, പഞ്ചഗവ്യം, ശ്രീഭൂത ബലി, ശ്രീവേലി, ഉച്ചപൂജ. വൈകുന്നേരം കാഴ്ചശ്രീവേലി, ദീപാരാധന, മുളപൂജ, സന്ധ്യാവേല, ഭഗവതി സേവ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ്, തൃപ്പുക എന്നിവയും. 4-ാം ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, മുളപൂജ, ശ്രീഭൂതബലി, ശീവേലി, ഉച്ചപൂജ. വൈകുന്നേരം കാഴ്ചശീവേലി, ദീപാരാധന, മുളപൂജ, സന്ധ്യാവേല, ഭഗവതി സേവ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ്, തൃപ്പുക. 5-ാം ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, മുളപൂജ, ശ്രീഭൂതബലി, ശ്രീവേലി, ഉച്ചപൂജ. വൈകുന്നേരം കാഴ്ചശ്രീവേലി, ദീപാരാധന, മുളപൂജ, സന്ധ്യാവേല, ഭഗവതി സേവ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ്, തൃപ്പുക. 6-ാം ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, മുളപൂജ, ശ്രീഭൂതബലി, ശ്രീവേലി, ഉച്ചപൂജ. വൈകുന്നേരം കാഴ്ചശ്രീവേലി, ദീപാരാധന, സന്ധ്യാവേല, അത്താഴപൂജ, ഭഗവതി സേവ, ശ്രീഭൂതബലിയോടുകൂടി പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്. 7-ാം ദിവസം രാവിലെ പള്ളിയുണർത്തൽ, കണിദർശനം, ഉഷപൂജ, ആറാട്ട് ബലി, ആറാട്ട്, തിരിച്ചെഴുന്നള്ളിപ്പ്, 25 കലശം, ശ്രീഭൂതബലി, അവസ്രാവ പ്രോക്ഷണം, ദക്ഷിണ. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും 11 മണി മുതൽ 12:30 വരെ പ്രഭാഷണം ഉണ്ടായിരിക്കും. ഉച്ചഭക്ഷണം വൈകുന്നേരത്തിൽ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ. 4-ാം ദിവസം മാതൃസമിതിയുടെ മെഗാ തിരുവാതിര. 7-ാം ദിവസം 11 മണിക്ക് നമ്മുടെ എം.കെ. രാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനവും. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം അന്നദാനത്തോടു കൂടി നമ്മുടെ ഉത്സവം അവസാനിക്കും. മുഴുവൻ ഭക്തജനങ്ങളെയും വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ കാലമായി മലിനമായി കിടന്നിരുന്ന അമ്പലക്കുളം ക്ഷേത്രോത്സവത്തിന് അത്യാവശ്യമായി വരുന്നതുകൊണ്ടും ഭക്തജനങ്ങളുടെ പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ കൊണ്ടും കുളം വൃത്തിയാക്കി ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ആറാട്ടിന് കുളത്തിൻ്റെ പണി പൂർണ്ണമായിട്ടില്ലെങ്കിലും അത് പൂർണ്ണമാക്കുന്നതിന് വേണ്ടി മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു.